ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ പാക് അതിർത്തിയിലെ പൂഞ്ച് എന്ന് പറഞ്ഞ അവസാന പട്ടണം, അതായത് അവസാന ഗ്രാമത്തിലെ ഗുരുദ്വാരയിലാണ്, സിഖ് ഗുരുദ്വാരയിലാണ് നിൽക്കുന്നത്. ഇന്നലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ ഈ പാകിസ്ഥാൻ കനത്ത ഷെല്ലിങ്ങിൽ വലിയ കേടുപാടുകളുണ്ടായ ഈ പൂഞ്ചിലെ ഗുരുദ്വാരയാണ് ഇത്. കാരണം പാകിസ്ഥാൻ്റെ ഭീരുത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അവർ ഈ ആരാധനാലയങ്ങൾക്ക് നേരെ മറ്റും ഈ വലിയ ഈ ആക്രമണം നടത്തിയത്. നമുക്കിവിടെ കാണാം, ഇവിടുത്തെ ഈ വാദ്യോപകരണങ്ങളിലൊക്കെ ഈ ഷെല്ലിങ്ങിനെ തുടർന്ന് വലിയ കേടുപാടുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗുരുദ്വാരയുടെ ഏതാണ്ട് ഭിത്തിയിലൊക്കെ വലിയ തോതിലുള്ള ഈ ഷെല്ലിങ്ങിനെ തുടർന്ന് വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്ലാസുകൾ, ഈ കണ്ണാടി ഗ്ലാസുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇളവി വീഴുന്ന, അതായത് അത് തകർന്നു പോയ കാഴ്ചയും കാണാൻ വേണ്ടി കഴിയും. തൊട്ടടുത്ത വീടുകളിലുള്ള പ്രദേശങ്ങളിലും ഈ ഷെല്ലിങ്ങിൻ്റെ ആഘാതം ഏറ്റിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇരുമ്പിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ്, ജനാലയാണ്. അവിടെയാണ് ഈ ഷെല്ലിങ്ങിൻ്റെ ഈ ആഘാതത്തെ തുടർന്ന് ഇത്രയും വലിയ കേടുപാടുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിനു പുറമെ ഈ ഗുരുദ്വാരയുടെ മുകൾ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഉത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഈ പൊട്ടലുമൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഞാൻ കുറച്ചുകൂടി ഇതിൻ്റെ ഈ ഗൗരവസ്ഥിതി കാണിക്കുന്നതിനുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് ജഗദീഷ് ഒന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ ചവറുകളൊക്കെ തന്നെ തകർന്നിരിക്കുന്നത് നമുക്ക് കാണാം. അതിനു പുറമെ ഈ ഷെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ വലിയൊരു ഗർത്തം, അതായത് ഇവരുടെ സൺഷെയ്ഡിൽ ഒരു വലിയൊരു ഗർത്തം ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ തകർന്നു വീണ് കിടക്കുന്ന സാധന സാമഗ്രികളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ ഈ ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആരാധനാലയമായ ഈ പ്രശസ്തമായ സിഖ് ഗുരുദ്വാരയ്ക്ക് നേരെ ഈ ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്ററോളം അകലെയുള്ള ഈ ഗുരുദ്വാരയിലാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ ഈ പാകിസ്ഥാൻ ഈ കനത്ത ഷെല്ലിംഗ് നടത്തുകയും ഇതിന് വലിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണ് ഇവിടെ അതിനു മുമ്പ് മോത്തി ഈ ഗുരുദ്വാരയുമായി ബന്ധപ്പെട്ട് ഈ ഗുരുദ്വാരയിലെ ഇപ്പോഴത്തെ ഭാരവാഹി നമ്മളോടൊപ്പം ഉണ്ട്. कल जैसे कि सुबह 7 बजे का वक्त था, हम गुरुद्वारा साहब में आए और गुरुद्वारा साहब में हमने अपना जो प्रोग्राम था वो किया और यहाँ से करने के बाद जब हम चले गए और 8 बजे यहाँ पर एक ग्रेनेड आकर यहाँ पड़ता है और जिसके कारण हमारे ये गुरुद्वारे में, ये मंदिर में और मस्जिद में बहुत ज़्यादा नुकसान हो जाता है। और जो यहाँ पर हमारे कीर्तनीय भाई शहीद हुए हैं, जब वो यहाँ से कीर्तन करने के बाद अपने घर जा रहे थे और घर के बाहर उनके एक ग्रेनेड पकड़ा और जिसमें 2 भाई हमारे शहीद हुए। उसका भी मृत्यु हो गया? हाँ, उनका भी मृत्यु हो गया। उनके साथ एक रंजीत जी थे, उनका मृत्यु हो गया और एक हमारे अमरजीत सिंह जी थे, उनका भी मृत्यु हुआ। 3 हमारे आदमी की मृत्यु हुई। 3 സിഖ് വംശജരാണ് ഈ പൂഞ്ചിലുണ്ടായ ഈ ഷെല്ലിങ്ങിൽ, അതായത് മൊത്തം 13 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 3 പേർ സിഖ് വംശജരാണ്. അതിൽ ഒരാൾ ഈ ഗുരുദ്വാരയിലെ പൂജാരിയാണ്, അതായത് ഇവിടുത്തെ ഈ ആരാധനാക്രമങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആ ആക്രമണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന ഗ്രനേഡ് ആക്രമണം ഉണ്ടാകുന്നത് അത് ഇവിടെ വെച്ചല്ല, ഈ ഗുരുദ്വാരയ്ക്ക് പുറത്ത് വെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും രാവിലെ 8 മണിക്കായിരുന്നു ഈ ഷെല്ലിങ്ങും ഗ്രനേഡ് ആക്രമണവും ഒക്കെ ഉണ്ടായത്. ഇത് മാത്രമല്ല, ഈ ഗുരുദ്വാരം മാത്രമല്ല, തൊട്ടടുത്തുള്ള ക്ഷേത്രം, അതിനടുത്തുള്ള മസ്ജിദ് എന്നിവയ്ക്കെല്ലാം തന്നെ കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പൂഞ്ചിൽ വലിയ തോതിലുള്ള ഈ പ്രകോപനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാൻ നടത്തിയിരുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ തോതിലുള്ള പ്രകോപനമാണ് പൂഞ്ചിൽ നടത്തിയിരുന്നത്. ഉറിയിൽ 1-2 വീടുകൾക്ക് മാത്രമായിരുന്നു കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ പൂഞ്ചിൽ ഏതാണ്ട് 13ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അത് ഔദ്യോഗികമായി പറയുകയും ചെയ്തിട്ടുണ്ട്. 45-ലധികം പേർ ഈ പാകിസ്ഥാൻ ഷെല്ലിങ്ങിലും അതുപോലെ തന്നെ ഗ്രനേഡ് ആക്രമണത്തിലുമൊക്കെ അവർക്ക് കനത്ത ഗുരുതരമായ പരിക്കുകളേറ്റ് അവർ ആശുപത്രിയിൽ കഴിയുകയാണ്. മോത്തി നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ അതിർത്തിയിലൊക്കെ ഇപ്പോഴും സ്ഥിതി വളരെ ടെൻസ്ഡ് ആണെന്ന് പറയാം. കാരണം ഞാൻ രാവിലെ ഈ രജൗരി സെക്ടറിൽ പോയിരുന്നു, പിന്നീടാണ് പൂഞ്ചിലേക്ക് വരുന്നത്. ഏതാണ്ട് ഈ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ തന്നെ ആൾക്കാർ ഗ്രാമങ്ങളൊക്കെ വിജനമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം
മിക്കവരും ജമ്മുവിലേക്കൊക്കെ താമസം മാറ്റുകയാണ്. കാരണം ഇനിയും ഈ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത, കാരണം പാകിസ്ഥാൻ ഏതെങ്കിലും കാരണവശാൽ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പാകിസ്ഥാന് തിരിച്ച് അവർക്ക് ആക്രമണം നടത്താൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ പൂഞ്ച് രജോരി സെക്ടർ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഈ ഭാഗത്ത് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബാലഗോപാൽ, ആ മേഖലയിൽ നിന്നും പ്രദേശവാസികളെ ഒഴിപ്പിക്കാനുള്ള നടപടിയുണ്ടോ? പ്രദേശവാസികൾ അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഈ പ്രദേശവാസികളെ അങ്ങനെ സർക്കാർ ഒഴിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഈ സംഘർഷാവസ്ഥയൊക്കെ കണ്ടിട്ട് നാട്ടുകാർ, പ്രത്യേകിച്ച് ഈ പൂഞ്ച് രജോരി മേഖലകളിൽ നിന്നുള്ള നാട്ടുകാർ അവിടെ നിന്ന് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇന്ന് പലരോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ സുരക്ഷിതമായ ജമ്മുവിലേക്കും മറ്റും പോവുകയാണ്. ഈ കാരണം 1999 കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഏറ്റവും വലിയ ഈ ഷെല്ലിങ്ങും മറ്റും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് ഈ പൂഞ്ച് മേഖലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൂഞ്ച് രജോരി സെക്ടറിൽ ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രകോപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള നാട്ടുകാർ സ്വയമായി തന്നെ ഈ സംഘർഷ മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ യുദ്ധസമാനമായി നിലനിൽക്കുന്ന മേഖലകളിൽ നിന്ന് മാറി സുരക്ഷിതമായ ജമ്മു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത്.